CPI നേതാവ് ശ്രീ VPP മുസ്തഫ, ബാർക്കോഴ രണ്ടാം ഘട്ടമാണോ എന്ന് വിശേഷിപ്പിക്കാവുന്ന തരത്തിലൊരു വിവാദം വരുന്നത് പിണറായി രണ്ടാം സർക്കാരിൻ്റെ 3ാം വാർഷികം പൂർത്തിയാകുന്ന ആ ദിവസത്തേക്ക് അടുക്കുന്ന സമയത്തു കൂടിയാണ്. ഏത് തരത്തിൽ പ്രതിരോധിച്ചാലും ഇത് ഇടത് സർക്കാരിനെ, പാർട്ടിയൊക്കെ അല്പം പ്രതിസന്ധിയിലാക്കുന്നുണ്ടോ? പ്രതിസന്ധിയിലാക്കണമെങ്കിൽ വസ്തുതാപരമായ തെളിവുകളുടെ പിൻബലത്തിൽ കൃത്യമായിട്ടൊരു ആരോപണം വരണം. നിങ്ങൾ നോക്കൂ, LDF ഗവൺമെന്റിന്റെ 8 വർഷത്തിനിടയിൽ ഏതെല്ലാം തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നു. കോടതികളിൽ ഉൾപ്പെടെ പോയല്ലോ. ഏതെങ്കിലും ഇത്തരം ആരോപണങ്ങളിൽ പ്രതിപക്ഷവും ചില മാധ്യമങ്ങളും ചേർന്ന് ആസൂത്രിതമായി ഇടതുപക്ഷ സർക്കാരിനെ വേട്ടയാടാൻ കൊണ്ടുവരുന്ന അത്തരം ആരോപണങ്ങളിൽ ഏതെങ്കിലും ഒന്ന് വസ്തുതാപരമായി തെളിയിക്കപ്പെട്ടോ? അതുകൊണ്ട് താങ്കൾ ഇവിടെ ന്യായമായും പറഞ്ഞതുപോലെ ചീറ്റിപ്പോകാനുള്ള ഒരു ഗൂഢാലോചന തന്ത്രത്തിന്റെ ഭാഗമായിട്ട് മാത്രം വന്നിട്ടുള്ള വെളിപ്പെടുത്തലാണിത്. ഒരു വസ്തുത നിങ്ങൾ തന്നെ ഒരു മാധ്യമ പ്രവർത്തകൻ എന്നുള്ള, നിങ്ങളുടെ ഒരു മാധ്യമ സ്ഥാപനം എന്നുള്ള നിലയിൽ നിങ്ങൾ ഈ പറയുന്ന വോയിസ് ക്ലിപ്പിന്റെ, ഈ വീഡിയോ, ഈ ഓഡിയോ ശബ്ദരേഖയുടെ ഏതെങ്കിലും തരത്തിലുള്ള ആധികാരികത പരിശോധിച്ചിട്ടുണ്ടോ? ഇത് വളരെ കൃത്യമായിട്ട് അങ്ങനെ ശരിയായി നടന്നൊരു സംഗതിയാണ്. സംസ്ഥാന സർക്കാർ, ആ സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി, ഈ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി, അദ്ദേഹം പ്രതികരിക്കുന്ന CPIM അങ്ങനെ ആവശ്യപ്പെട്ടിട്ടുണ്ടോ? ഇദ്ദേഹം പറയുന്നത് പോലെ അങ്ങനെ ആവശ്യപ്പെട്ടിട്ടുള്ള ഒന്നാണോ? ഇതൊരു ആധികാരികമായ സംഗതിയാണോ? അതല്ല അവരുടെ സംഘടനക്കകത്തുള്ള ചില പ്രശ്നങ്ങളും ഈ പറയുന്ന സന്ദർഭവും മുതലെടുത്ത് വന്നിട്ടുള്ള ഒരു ആരോപണമാണ്. അങ്ങനെ എന്തെങ്കിലും ഒരു ആധികാരികത വേണ്ടേ? ആരെങ്കിലും ഒന്ന് വെളിപ്പെടുത്തണ്ടേ? ഇന്നൊരു പകൽ നേരം മുഴുവൻ മാധ്യമങ്ങൾ ഇതിങ്ങനെ ഈ ഒരു ശബ്ദരേഖ വെച്ച് പറയുന്നു. പക്ഷെ ഇതിന്റെ ഒരു ആധികാരികത ബോധ്യപ്പെടുത്താൻ ഇന്നൊരു പകൽ മുഴുവൻ ലഭിച്ചിട്ടും ഏതെങ്കിലും ഒരു മാധ്യമത്തിന് സ്ഥാപിച്ചോ? ആരോപണം ഉന്നയിക്കുന്ന പ്രതിപക്ഷ നേതാവിന് സ്ഥാപിച്ചോ? പ്രതിപക്ഷ കക്ഷികൾക്കും അവരുടെ നേതാക്കൾക്കും സാധിച്ചോ? ഒന്നുമില്ലാതെ ഇങ്ങനെ വളരെ ആസൂത്രിതമായ ഒരു ചർച്ചയ്ക്ക് വേണ്ടി ചർച്ച എന്നുള്ള നിലയിൽ ഈ വിഷയത്തെ എടുത്തിടുകയല്ലേ ചെയ്യുന്നത്? അതാണ് ഞങ്ങൾ പറയുന്ന പ്രശ്നം. ആധികാരികമായി വസ്തുതാപരമായി വരട്ടെ, നമുക്ക് ന്യായമായും ചർച്ച ചെയ്യാൻ. ഇടതുപക്ഷം അങ്ങനെ സോഷ്യൽ ഓഡിറ്റിന് സദാ സന്നദ്ധമായിട്ടുള്ള പ്രസ്ഥാനമാണ്. ഞങ്ങൾ സ്വയം വിമർശനങ്ങൾക്കും ഓഡിറ്റിങ്ങിനും തയ്യാറായിട്ടുള്ള പ്രസ്ഥാനമാണ്. അതുകൊണ്ട് ഇടതുപക്ഷം അക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചകളും ചെയ്യാറുണ്ട്. കാരണം ഇടതുപക്ഷ ഗവൺമെന്റിനെയും ഇടതുപക്ഷ രാഷ്ട്രീയത്തെയും സംബന്ധിച്ചിടത്തോളം അഴിമതി എന്ന് പറയുന്നത് വെച്ച് മുറപ്പിക്കുന്ന പ്രശ്നമില്ല. ഈ സർക്കാരിന്റെ ഭാഗമായിട്ട് ഇന്നേ വരെ ഏതെങ്കിലും ഒരു അഴിമതി ആരോപണം എന്നതുപോലെ ഇവർ പ്രസ്താവിക്കുന്നു എന്നല്ലാതെ ഇവർ നീതിപീഠങ്ങളെ, ഹൈക്കോടതിയിൽ ഉൾപ്പെടെ പോയിട്ട് തെളിയിക്കപ്പെട്ടു. ഇപ്പൊ നമ്മുടെ മുന്നിൽ ഏറ്റവും ഒടുവിലത്തെ അനുഭവമില്ലേ, ഇവിടെ മാസപ്പടി എന്ന് പറഞ്ഞിട്ട് ഒരു വിവാദം ഉണ്ടാക്കുകയും, വിവാദമാണ്, സംവാദമല്ല ഉണ്ടാക്കിയത്, വിവാദം ഉണ്ടാക്കുകയും അതുണ്ടാക്കിയ കോൺഗ്രസിന്റെ പ്രമുഖനായ MLA നേതാവ് വിജിലൻസ് കോടതിയിൽ പോയി. ആഴ്ചകൾ ആ കോടതിയിൽ വിചാരണ നടന്നു. എന്തെങ്കിലും ഒരു തെളിവ് ഹാജരാക്കാൻ ഇതുപോലെ മാധ്യമങ്ങളെ ഉപയോഗിച്ച്, മാധ്യമങ്ങളുടെ ഫോറങ്ങൾ ഉപയോഗിച്ച്, വേദികൾ ഉപയോഗിച്ച് ഇടതുപക്ഷത്തെയും ഈ ഗവൺമെന്റിന്റെ തലവനായ മുഖ്യമന്ത്രിയെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും അങ്ങേറ്റം ആക്ഷേപിച്ചു ആ MLA മാത്യു കുഴൽനാടൻ. അത് ഏറ്റുപിടിച്ചിട്ട് അല്ല, ശ്രീ VPP മുസ്തഫ, ഇതിന്റെ ആധികാരികത അന്വേഷിക്കാൻ എക്സൈസ് മന്ത്രി തന്നെ ആവശ്യപ്പെട്ടിരിക്കുന്നു. അന്വേഷണം പൂർത്തിയായിട്ടില്ല, അന്വേഷണം വരട്ടെ. അത് ഇനി ഒരു 10 വർഷം മുൻപ് ഒരു ശബ്ദരേഖ പുറത്തു വരുമ്പോൾ അതിന്റെ ആധികാരികത അന്വേഷിച്ച് അത് കീറി പരിശോധിച്ച ശേഷമാണോ അന്നത്തെ പ്രതിപക്ഷം പ്രതിഷേധിച്ചത്, ആരോപണങ്ങൾ ഉന്നയിച്ചത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. അത് കാലം ചോദിക്കേണ്ട ഒരു വിഷയമാണ്. അപ്പോഴും സർക്കാരിന്റെ മദ്യനയം, അതിന് പുറത്ത് ഇതൊരു നിഴൽ വീഴ്ത്തുന്നില്ലേ? IT പാർക്കുകളിൽ മദ്യശാലകൾക്ക് അനുമതി നൽകുന്ന ഒരു സാഹചര്യത്തിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രതിപക്ഷത്തിന്റെ ഒരു എതിർപ്പ് ആവശ്യത്തുണ്ടായിരുന്നു. ആ എതിർപ്പ് മറികടന്നുകൊണ്ടാണ് അങ്ങനെ ഒരു ചട്ട ഭേദഗതിക്ക് നിയമസഭാ സമിതി അംഗീകാരം നൽകിയെന്ന റിപ്പോർട്ടുകൾ വരുന്നു. അതിന് തൊട്ട് താഴെ മദ്യനയം ഇതാ അടിമുടി മാറാൻ പോവുകയാണെന്നുള്ളൊരു റിപ്പോർട്ട് വരുന്നു. തൊട്ടുപിറകെ മറ്റൊരു ശബ്ദരേഖ വരുന്നു. അത് വിവാദമാകുന്നു. സ്വാഭാവികമായിട്ടും നയം മാറ്റാൻ തീരുമാനിച്ചിട്ടില്ല എന്ന് സർക്കാരിന് പറയേണ്ടി വരിക, പാർട്ടിക്ക് പറയേണ്ടി വരിക. മദ്യനയത്തെ പൊതുജന മധ്യത്തിൽ സംശയത്തിലാക്കാൻ ഇത് മാത്രം മതിയാകില്ലേ? അല്ല, അങ്ങനെ പൊതുജന മധ്യത്തിൽ ഈ സർക്കാരിന്റെ തലവനെ തന്നെ, എക്സൈസ് മന്ത്രിയല്ല, ഈ സർക്കാരിന്റെ തലവനെ തന്നെ അദ്ദേഹത്തിന്റെ കുടുംബത്തെ സംശയത്തിന്റെ നേരിടാക്കാൻ പോയ കേസിന്റെ കാര്യം ഞാൻ പറഞ്ഞത്. എന്തെങ്കിലും തെളിവുകൾ ഇതുപോലെ എത്ര തവണ നിങ്ങൾ പറഞ്ഞതുപോലെ ആരോപണം വന്നു.
ആധികാരികത ആരും പരിശോധിച്ചില്ല. എത്ര ദിവസം, എത്ര ആഴ്ചകൾ ഇതുപോലെ ചർച്ച ചെയ്തു. അവസാനം വിജിലൻസ് കോടതി തള്ളിക്കളഞ്ഞില്ലേ? അതിനുശേഷം ആരെങ്കിലും അപ്പൊ നമ്മൾ വിഴുപ്പിറക്കിയിട്ട് ഒരു മുഖ്യമന്ത്രി ശരി, അദ്ദേഹത്തിനെതിരെ ആരോപണം ഉന്നയിക്കാം. അദ്ദേഹത്തിന്റെ മകളെയും കുടുംബത്തെയും എന്തെല്ലാം പറഞ്ഞു, ഏതെല്ലാം നിലയിൽ ആക്ഷേപിച്ചു. എന്തുണ്ട് അതിൽ ബാക്കി പത്രം? ആരെങ്കിലും അത് തിരിച്ചു പറയാൻ തയ്യാറായോ? കോടതി ഇങ്ങനെ ഒരു വെളിപ്പെടുത്തൽ നടത്തിയിട്ട്. അപ്പോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ചർച്ച ചെയ്യുന്നതിനൊന്നും ഞങ്ങൾക്ക് പ്രയാസമില്ല. ആധികാരികത വേണം. നമ്മുടെ മുന്നിൽ മറ്റൊരു കേസ്, ഈ ആധികാരികത 2014 ഉണ്ടായിരുന്നു എന്ന് പ്രതിപക്ഷം ചോദിക്കുന്നുണ്ട്. ശ്രീ VPP മുസ്തഫ, അതാണ് ഈ കാലം കണക്ക് ചോദിക്കുകയാണെന്ന് പ്രതിപക്ഷം പറയുന്നത്. ഈ ധാർമ്മികതയും ഈ ധാർമ്മിക രോഷമൊക്കെ അന്ന് 2014 UDF-നും ഉണ്ടാകാമായിരുന്നല്ലോ സ്വാഭാവികമായിട്ടും. അതിനെക്കുറിച്ച് കൂടി ഒന്ന് ഇതിനിടയിൽ പറഞ്ഞു പോകണം, പരാമർശിച്ചു പോകണം. അല്ല, നിങ്ങൾക്ക് ഈ വലതുപക്ഷത്തിനും വലതുപക്ഷ മാധ്യമങ്ങൾക്കുമാണ് ആ ധാർമ്മികത ഉണ്ടാവേണ്ടത്. ഞാൻ ഈ ഒരു കേസല്ലോ പറയുന്നത്. ഇതിന് തൊട്ട് മുമ്പ് വീണ ജോർജിന്റെ ഓഫീസിനെതിരെ നിങ്ങൾ ആക്ഷേപം ഉന്നയിച്ചില്ലേ? സ്ഥലം മാറ്റത്തിനും നിയമനത്തിനും വേണ്ടി കൈക്കൂലി. ഇതുപോലെ എത്ര ദിവസം ആളുകളെ കൊണ്ടുവന്നിരുത്തി ചർച്ച നടത്തി, അന്വേഷണം നടന്നു. അന്വേഷണത്തിൽ ആരാ പ്രതികളായത്, ആരാ ജയിലിലായത്? നമ്മുടെ മുന്നിലെ അനുഭവമല്ലേ ഇത്? ആ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ പറയുന്നത്, ഒരു ആധികാരികതയും ഇല്ലാതെ, ഒരു വസ്തുതയും ഇല്ലാതെ ഈ പ്രതിപക്ഷം ഇങ്ങനെ നിങ്ങളിൽ ചിലരെ കൂട്ടുപിടിച്ച്, ഈ മാധ്യമങ്ങളിൽ ചിലരെ കൂട്ടുപിടിച്ച് നടത്തുന്ന വിവാദങ്ങളല്ലാതെ എന്തെങ്കിലും ക്രിയേറ്റീവായിട്ട് ശരിയായ നിലയിൽ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ടോ? അങ്ങനെ ഒന്നില്ല. അവരുടെ കാലത്തേതുപോലെയാണ് എല്ലാം. നിങ്ങളിപ്പോ സൂചിപ്പിക്കുന്നത് 2014 ആരാ കുത്തിപ്പൊക്കിയത്? പ്രതിപക്ഷമാണ്. ആരാണ് ആദ്യമായിട്ട് ആക്ഷേപം ഉന്നയിക്കുന്നത്? അത് ഏറ്റുപിടിച്ചത് ആരായിരുന്നു? എന്നിട്ട് അത് UDF-നകത്തെ കുഴപ്പമാകാൻ കാരണം എന്തായിരുന്നു? നിങ്ങൾ പറ. അന്ന് ആരോപണ വിധേയനായ മന്ത്രി അദ്ദേഹത്തിന്റെ പാർട്ടിയും എന്തുകൊണ്ടാണ് UDF മുന്നണി തന്നെ വിടാൻ നിർബന്ധിതമായത്? അപ്പോ ആ ആരോപണത്തെ കുറിച്ചാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ, അന്നത്തെ പ്രതിപക്ഷമായിരുന്ന ഇടതുപക്ഷം അല്ല അതിനും ഉത്തരവാദി. ഒരാധികാരികതയും വസ്തുതയും ഇല്ലാതെ അന്ന് മാണി സാറിനെ വേട്ടയാടുന്ന വിധത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടുവന്നെത്തിയത് ഒടുവിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ സൃഷ്ടാക്കളിൽ ഒരാളായ മാണി സാറിന് ആ മുന്നണി വിടേണ്ടി വന്ന സാഹചര്യം തന്നെ ഉണ്ടായത്. മാണി സാറ് ജീവിച്ചിരിക്കുമ്പോ തന്നെയാണല്ലോ മുന്നണി വിട്ടത്, മരിച്ചിട്ടല്ലോ. ജീവിച്ചിരിക്കുമ്പോ തന്നെ അദ്ദേഹത്തിന് ഗുഡ് ബൈ പറയേണ്ടി വന്നില്ലേ UDF-നോട്? അതുകൊണ്ട് നല്ലതുപോലെ ആലോചിച്ചോ. ഞാൻ തിരികെ എത്താം ശ്രീ VPP മുസ്തഫ, ഞാൻ തിരികെ എത്താം.